വെൽക്കം ടു സ്കൂൾ മീഡിയ യൂട്യൂബ് ചാനൽ. ഇന്ന് ബയോളജിയിലെ ഒന്നാം പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പാഠത്തിന്റെ പേര് അറിയാനും പ്രതികരിക്കാനും. ഈ പാഠത്തില് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂട്ടം അവയവങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാഡികളുണ്ട്, മസ്തിഷ്കമുണ്ട്, സുഷുമ്നയുണ്ട്, നാഡീകോശങ്ങളുണ്ട്. ഈ പറയുന്ന അവയവങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് നാഡീകോശങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു നാഡീ വ്യവസ്ഥയുടെ അതിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന യൂണിറ്റുകളാണ്, അടിസ്ഥാന ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഒന്ന് ന്യൂറോണിന്റെ ഘടന, അതിന്റെ ഭാഗങ്ങള്, പിന്നെ അതിന്റെ ധർമ്മം, എങ്ങനെയാണ് ന്യൂറോൺ അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മസ്തിഷ്കത്തിന്റെ ഘടന ചിത്രസഹിതം, പിന്നെ അതിന്റെ ഭാഗങ്ങള്, ആ ഭാഗങ്ങൾ ഏതൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ സുഷുമ്ന, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഈ നാഡീ വ്യവസ്ഥയെ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് ബാധിക്കുന്നത്. ഇങ്ങനെ ചുരുക്കം ചില കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒരു നാഡീകോശത്തിന്റെ, ഒരു ന്യൂറോണിന്റെ ഘടന എങ്ങനെ നോക്കാം. നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള നാഡീ വ്യവസ്ഥയെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും നാഡികളെയും എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂറോണുകളാണ് അഥവാ നാഡീകോശങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. നാഡീകോശത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കോശശരീരം. സാധാരണ കോശങ്ങളിലുള്ളതുപോലെ ന്യൂക്ലിയസും മറ്റു കോശാംഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ശരീരഭാഗമാണ് കോശശരീരം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറുതും വലുതുമായ ധാരാളം തന്തുക്കളെ കാണാം. ചെറിയ തന്തുക്കളെ നമ്മൾ വിളിക്കുന്നത് ഡെൻഡ്രോണുകൾ എന്നാണ്. ഡെൻഡ്രോണിന് ശാഖകളുണ്ട്, ആ ശാഖകളെ വിളിക്കുന്നത് ഡെൻഡ്രൈറ്റുകൾ എന്നാണ്. പിന്നെ കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നീളം കൂടിയ ഒരു തന്തുണ്ട്, അത് ആക്സോൺ ആണ്. ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണേറ്റുകൾ. ആക്സോണേറ്റിന്റെ അഗ്രഭാഗം ചെറിയ ചെറിയ മുഴകളിലാണ് അവസാനിച്ചിട്ടുള്ളത്. ആ മുഴകളെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് നോബ് എന്നാണ്. ചില നാഡീകോശങ്ങളുടെ ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് കൊഴുപ്പ് നിർമ്മിതമായ ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകതരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ച കൊഴുപ്പ് നിർമ്മിതമായ ഒരു ആവരണം കാണും. ആ ആവരണത്തെ വിളിക്കുന്നത് മൈലിൻ ഷീത്ത് എന്നാണ്. മൈലിൻ ഷീത്ത്. ഇത്രയുമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നാഡീകോശത്തിന്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. പരീക്ഷയ്ക്ക് ചിത്രം ചോദിക്കാറുണ്ട്, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറയാറുണ്ട്, മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നാഡീകോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ ഭാഗം ഡെൻഡ്രൈറ്റ്. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ആവേഗങ്ങളെ സ്വീകരിക്കുക. ഡെൻഡ്രൈറ്റിൽ നിന്ന് പിന്നെ ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. ഒരു കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. പിന്നെ ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണേറ്റ്. ആക്സോണേറ്റിന്റെ അഗ്രഭാഗത്തിലുള്ള മുഴകൾ, അതിന്റെ ധർമ്മം അഥവാ സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം നാഡീയ പ്രേഷകങ്ങളെ ശ്രവിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൈലിൻ ഷീത്ത്. ഒരു ആക്സോണിലെ പൊതിഞ്ഞു കാണുന്ന കൊഴുപ്പ് നിർമ്മിതമായ ആവരണം. ആ ആവരണത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ശ്വാൻ കോശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കൊഴുപ്പ് നിർമ്മിത കോശങ്ങൾ കൊണ്ടാണ്. മൈലിൻ ഷീത്തിന് 4 ധർമ്മങ്ങളാണുള്ളത്. ഒന്നാമത്തത് ആക്സോണിന് വേണ്ട ഓക്സിജനും പോഷണവും നൽകുന്നു. രണ്ടാമത്തെ ധർമ്മം ഇതിലൂടെ ആക്സോണിലൂടെ കടന്നു പോകുന്ന ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തത് ആക്സോണിന് ചുറ്റും ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. നാലാമത്തത് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു നാഡീകോശത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നാഡികൾ എന്ന് പറഞ്ഞാല് ആക്സോണിന്റെ, നമുക്കറിയാം ഒരു നാഡീകോശത്തിന്റെ നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്നുള്ളത്.
ഒരുപാട് നാഡീകോശങ്ങളുടെ ആക്സോണിന്റെ കൂട്ടം ഒരു യോജക കലയാൽ ആവരണം ചെയ്ത അതിനെയാണ് നമ്മൾ നാഡികൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും നമ്മുടെ ശരീരത്തില് 3 തരത്തിലുള്ള നാഡികളാണുള്ളത്. ഒന്ന് നാഡി, 2 പ്രേരക നാഡി, 3 സമ്മിശ്ര നാഡി. ഇങ്ങനെ 3 തരത്തിലുള്ള നാഡികളാണ് പ്രധാനമായും നമ്മുടെ ശരീരത്തിലുള്ളത്. സംവേദനാഡി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും കൊണ്ടുപോകുന്ന നാഡിയാണ് സംവേദനാഡി. പ്രേരകനാഡി തിരിച്ചു നേരം വിപരീതം, മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും പ്രതികരണ പ്രവർത്തനങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നാഡിയാണ് പ്രേരകനാഡി. സമ്മിശ്ര നാഡി എന്ന് പറഞ്ഞാല് 2 നാഡീതന്തുക്കളും സംവേദനാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും ചേർന്നുണ്ടായതാണ്. ഇതിന് ധർമ്മം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും കൊണ്ടുപോകുന്നു, തിരിച്ചും കൊണ്ടുവരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആവേഗങ്ങളുടെ പ്രവാഹത്തെ സാധ്യമാക്കുന്നതാണ് 3 തരത്തിലുള്ള മൂന്നാമത് പറഞ്ഞ സമ്മിശ്ര നാഡി. ഇത്തരത്തില് സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്ര നാഡി എന്നിങ്ങനെ 3 തരത്തിലുള്ള നാഡികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഈ നാഡികളുടെ പേരുകളും അതിന്റെ ധർമ്മങ്ങളും ഈ ഭാഗത്ത് പഠിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നാഡി വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. നാഡി വ്യവസ്ഥയിലുള്ള ഭാഗങ്ങളെ ഏതൊക്കെയെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. നമുക്ക് ഈ നാഡി വ്യവസ്ഥയെ ഒന്ന് തരംതിരിക്കാം. നാഡീവ്യവസ്ഥയെ ആദ്യം 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും രണ്ടാമത്തത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും ഇങ്ങനെ 2ആയിട്ട് നമ്മൾ നാഡീവ്യവസ്ഥയെ തരംതിരിച്ചു. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മസ്തിഷ്കം, 2 സുഷുമ്ന. കേന്ദ്ര നാഡീവ്യവസ്ഥയിലുള്ള പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് ഒന്ന് മസ്തിഷ്കവും മറ്റൊന്ന് സുഷുമ്നയും. പെരിഫറൽ നാഡീവ്യവസ്ഥയിലുള്ളത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മൊത്തം നാഡികൾ, അതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥയിലുള്ളത്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ശിരോ നാഡികൾ, 2 സുഷുമ്ന നാഡികൾ. ശിരോനാഡികളെന്നും സുഷുമ്ന നാഡികളെന്നും 2ആയിട്ട് നമുക്ക് പെരിഫറൽ നാഡീവ്യവസ്ഥയെ തരംതിരിക്കാം. ശിരോനാഡികൾ എന്ന് പറഞ്ഞാല് മസ്തിഷ്കത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഡികൾ. സുഷുമ്ന നാഡികൾ എന്ന് പറഞ്ഞാല് സുഷുമ്നയിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഡികൾ. ശിരോനാഡികളിലും സുഷുമ്ന നാഡികളിലും അപ്പൊ നേരത്തെ പറഞ്ഞ നാഡികളൊക്കെ ഉണ്ടാവും. പ്രേരകനാഡി ഉണ്ടായിരിക്കും, സംവേദനാഡി ഉണ്ടായിരിക്കും, സമ്മിശ്ര നാഡി ഉണ്ടായിരിക്കും. ഇതിൽ 2ലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം നാഡി വ്യവസ്ഥയെ നമുക്ക് പ്രധാനമായിട്ടും ഈ രീതിയിലാണ് തരംതിരിക്കാൻ പറ്റുക. നമുക്ക് കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ ഭാഗമായ മസ്തിഷ്കത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് സാധാരണ വരാറുള്ളത് പ്രധാനമായും മസ്തിഷ്കത്തിന്റെ ചിത്രം തന്നെയാണ്. ചിത്രം വരച്ച് പഠിക്കേണ്ടതാണ്. അതിന്റെ ഭാഗങ്ങളുണ്ട്, പിന്നെ അതിന്റെ ഓരോ ഭാഗങ്ങളുടെ ധർമ്മങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയൊരു ടോപ്പിക്കാണ് മസ്തിഷ്ക.
പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ 5 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ചിത്രത്തിലെ ഭാഗങ്ങളുടെ പേരുകൾ നമ്മൾ അടയാളപ്പെടുത്തണം, അതിന്റെ ധർമ്മങ്ങളെ മനസ്സിലാക്കണം. 1 സെറിബ്രം, 2 സെറിബെല്ലം, 3 തലാമസ്, 4 ഹൈപ്പോതലാമസ്, 5 മെഡുല്ല ഒബ്ലോംഗേറ്റ. സെറിബ്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ ആദ്യം അടയാളപ്പെടുത്താൻ പഠിക്കണം. ഇതാണ് സെറിബ്രം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഭാഗത്തെ എല്ലാം സെറിബ്രായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഒന്നാമത്തെ പ്രത്യേകത, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. രണ്ടാമത്തെ പ്രത്യേകത, ധാരാളം മടക്കുകളും ചുളിവുകളും കാണുന്ന ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൽ ധാരാളം മടക്കുകളും ചുളിവുകളും ഉണ്ട്. അതിന്റെ മൂന്നാമത്തെ പ്രത്യേകത അതിന്റെ നിറമാണ്. അതിന്റെ ബാഹ്യഭാഗം ഗ്രേ മാറ്ററും ആന്തരഭാഗം വൈറ്റ് മാറ്ററുമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെറിബ്രത്തിന്റെ ധർമ്മങ്ങളാണ്. നമുക്ക് 2 ധർമ്മങ്ങളാണ് സെറിബ്രത്തിന് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. രണ്ടാമത്തത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങൾ, കണ്ണുകൊണ്ട് കാഴ്ച, ചെവി കൊണ്ട് കേൾവി, മൂക്കുകൊണ്ട് മണം തുടങ്ങിയ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ, ഈ അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത് സെറിബ്രമാണ്. ഇനി ഞാൻ രണ്ടാമത്തെ ഭാഗമാണ് പറയാൻ പോകുന്നത്, സെറിബെല്ലം. സെറിബെല്ലം അടയാളപ്പെടുത്തുമ്പോൾ ഇതാണ് നമ്മൾ സെറിബെല്ലായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, അതിന്റെ ഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെറിബ്രത്തിൽ നമ്മൾ മടക്കുകളും ചുളിവുകളും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സെറിബെല്ലത്തില് മടക്കുകളും ആഴത്തിലുള്ള ചാലുകളോട് കാണുന്നത്, ചുളിവുകൾക്ക് പകരം ചാലുകളാണുള്ളത് എന്നുള്ളതാണ്. ഇതിന്റെ ധർമ്മം നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലനനില പാലിക്കുക എന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുക, ശരീരത്തിന്റെ തുലനനില പാലനമാണ് ധർമ്മം. മൂന്നാമത്തെ ഭാഗം തലാമസ്. തലാമസ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് സെറിബ്രത്തിന് തൊട്ട് താഴെ ഉള്ള ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയാണ് തലാമസിന്റെ ഭാഗം. തലാമസിന്റെ ധർമ്മം സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളുടെ ഒരു പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗമാണ് തലാമസ്. അവ എങ്ങനെ പരിശോധിച്ചിട്ട് വിടുന്ന സ്ഥലം തലാമസ്. നാലാമത്തെ ഭാഗം ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെയാണ് ഹൈപ്പോതലാമസിന്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഹൈപ്പോതലാമസ് ഇതിന്റെ ധർമ്മം ആന്തര സമസ്ഥിതി പാലനം എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളുടെ സ്ഥിതി സമമാക്കി കൊണ്ടുപോകാം. വെള്ളത്തിന്റെ അളവാണെങ്കിൽ ടെമ്പറേച്ചർ, ഊഷ്മാവിന്റെ അളവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളെ കൂട്ടാതെയും കുറക്കാതെയും അതിനാണ് സമസ്ഥിതി എന്ന് പറയാം. ആന്തര സമസ്ഥിതി പാലനം എന്നുള്ളതാണ് ധർമ്മം. അഞ്ചാമത്തെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് കാണുന്ന ദണ്ടിന്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമാണ്, വടിയുടെ ആകൃതിയിലുള്ള ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗേറ്റ. ധർമ്മം ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അനൈച്ഛിക ചലനങ്ങളെ, അനൈച്ഛികമായി നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ധർമ്മം. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്, 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ മസ്തിഷ്കത്തിന് നമുക്ക് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്